നമസ്കാരം. വൈദ്യുതിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ. ഇന്ത്യയുടെ കാർബൺ എമിഷന്റെ 12% ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ നിന്നാണ് വരുന്നത്. ഇതിനൊരു പരിഹാരമായി ഇന്ത്യൻ ഗവൺമെന്റ് ഇലക്ട്രിക് വാഹനത്തിന്റെ ഉപയോഗം വളരെയധികം പ്രോത്സാഹിപ്പിച്ചു വരികയാണ്. സീറോ എമിഷനിൽ ഇലക്ട്രിക് വാഹനത്തിനെ പോലെ തന്നെ പ്രാധാന്യമുള്ളതും എന്നാൽ ഇന്ത്യൻ നിരത്തുകളിൽ അധികം തന്നെ കണ്ടുവരാത്തൊരു വാഹനമാണ് ഹൈഡ്രജൻ വാഹനങ്ങൾ. ഇന്ന് ഈ വീഡിയോയിലൂടെ ഹൈഡ്രജൻ വാഹനത്തിന്റെ പ്രവർത്തനം എങ്ങനെയെന്ന് നോക്കാം. ഹൈഡ്രജൻ വെഹിക്കിൾസിന്റെ പ്രൊഡക്ഷൻ കൊമേഴ്ഷ്യലി കൂടി വരികയാണ്. എന്നാൽ ഹൈഡ്രജൻ ഫ്യൂവലിന്റെ ലഭ്യതാക്കുറവ് കൊണ്ട് ചിലയിടങ്ങളിൽ ഹൈഡ്രജൻ വെഹിക്കിൾസ് പ്രാക്ടിക്കൽ അല്ല. ഹൈഡ്രജൻ വളരെയധികം കലോറിഫിക് വാല്യൂ ഉള്ള ഒരു കമ്പസ്റ്റബിൾ ഫ്യൂവലാണ്. എന്നിരുന്നാലും ഹൈഡ്രജൻ കംപ്രഷൻ ടൈപ്പ് എഞ്ചിനിൽ ഒരുപാട് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എഫിഷ്യൻ്റായ ഫ്യൂവൽ സെൽ ഉപയോഗിച്ചുള്ള ഹൈഡ്രജൻ കാർസാണ് ഇപ്പോൾ വിപണിയിൽ ലഭ്യമായിട്ടുള്ളത്. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ കാറിന്റെ പ്രവർത്തനം ഏകദേശം ഇലക്ട്രിക് കാർസിനോട് സാദൃശ്യം തോന്നിക്കുന്നതാണ്. ഇതിൽ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നതിന് പകരം ഹൈഡ്രജനിൽ ഫ്യൂവൽ സെൽ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമുക്ക് എന്താണ് ഫ്യൂവൽ സെൽ എന്ന് നോക്കാം. കെമിക്കൽ റിയാക്ഷൻ വഴി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ടൈപ്പ് സെല്ലാണ് ഫ്യൂവൽ സെൽ. ഇതിൽ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് റിവേഴ്സ് ഇലക്ട്രോളിസിസ് ആണ്. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വെള്ളത്തിനെ ഹൈഡ്രജനും ഓക്സിജനായി മാറ്റുന്നതിനെ ഇലക്ട്രോളിസിസ് എന്ന് പറയും. എന്നാൽ റിവേഴ്സ് ഇലക്ട്രോളിസിസിൽ ഹൈഡ്രജനെയും ഓക്സിജനെയും കെമിക്കൽ റിയാക്ഷൻ ചെയ്ത് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു. ഇങ്ങനെയാണ് ഫ്യൂവൽ സെല്ലിന്റെ വർക്കിംഗ്. ഫ്യൂവൽ സെല്ലിന്റെ വോൾട്ടേജ് ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യുന്നത്, അതായത് വോൾട്ടേജ് കൂട്ടണോ കുറയ്ക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതിലേക്ക് കൊടുക്കുന്ന ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അളവിനനുസരിച്ചാണ്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചായിരിക്കും ഹൈഡ്രജൻ കാഴ്സിന്റെ മൊത്തം പ്രവർത്തനവും നടക്കുന്നത്. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ എമിഷൻസ് വളരെ കുറവാണ്. ഇതിന് കാരണം ഇതിന്റെ ബൈ പ്രോഡക്റ്റായി വരുന്നത് വാട്ടർ വേപ്പർ മാത്രമാണ്. ഹൈഡ്രജൻ കാഴ്സിലെ പ്രധാന ഭാഗങ്ങളാണ് ഫ്യൂവൽ സെൽ ഷാക്ക്. അതായത് ഇലക്ട്രിക് വെഹിക്കിളിലെ ലിഥിയം ബാറ്ററി ഷാക്ക് പോലെ ഒരുപാട് ഫ്യൂവൽ സെൽസുകൾ സ്റ്റാക്ക് ചെയ്താണ് ഫ്യൂവൽ സെൽ ഷാക്ക് നിർമ്മിക്കുന്നത്. അതേപോലെ തന്നെ BLDC മോട്ടോർ, ഹൈഡ്രജൻ ഫ്യൂവൽ ടാങ്ക്, പിന്നെ റീജൻ എനർജി സ്റ്റോർ ചെയ്യുവാനും അതുപോലെ തന്നെ ഹൈബ്രിഡ് വേരിയന്റുകൾക്കായി ലിഥിയം അയോൺ പാക്കുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്തു വരുന്നുണ്ട്. ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് വാഹനത്തിന്റെ ഒരു ഉദാഹരണമാണ് ടൊയോറ്റയുടെ മിറായി.